ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയിലേക്ക് ചൂട് സാമ്പാറോ ചട്നിയോ ചേർത്ത് കുതിർത്ത് കഴിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? അപ്പോൾ ദാ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തുനിൽപ്പാണ് കേട്ടോ ഈ കാണണേ. ആദത്തിൻ്റെ ഇന്നത്തെ തിരക്ക് എന്തിനാണെന്ന് അറിയണ്ടേ? അവൻ ഇന്ന് അപ്പാപ്പൻ അമ്മാമ്മയുടെയും കൂടെ ചക്ക ഇടാനായിട്ട് പോവുകയാണ്. ചക്കയുടെ ഞെട്ടർത്ത് വീഴ്ത്താനുള്ള ഒരുക്കത്തിലാണ് അപ്പാപ്പൻ. ആദംകുട്ടനും അമ്മാമ്മയും കൂടെ ഇടിച്ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പാകവും പരുവവും പരിശോധിക്കുകയാണ്. ചക്ക പറിക്കാൻ കൂടട്ടെ എന്ന് പറഞ്ഞിട്ട് ഹാജരും പറഞ്ഞ് ഒപ്പും വെച്ചത് അവിടെ ഒരു ഒപ്പുചിലന്തി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് ഒപ്പു ചേർത്തിയ പോലെ സിഗ്സാഗ് പാറ്റേണിൽ വെള്ള അടയാളങ്ങൾ ഇത് വലയിൽ നെയ്ത് വെക്കും. ഇരകളെ ആകർഷിക്കാനാണ് കേട്ടോ. ചക്കകൾക്ക് വലിയ പരുക്കൊന്നും ഏൽക്കാതെ അപ്പാപ്പൻ ദാ അവരെ താഴെ എത്തിച്ചിട്ടുണ്ട്. ഇനി നേരെ അടുക്കളയിലേക്ക്. അമ്മാമ്മ അതിനെ നന്നായി പാകപ്പെടുത്തിയിട്ടുണ്ട്. ഇടിച്ചക്ക തോരന് വറവ് ചേർക്കുമ്പോഴേ അതിലൊരു സ്പൂണ് അരിയും കൂടെ വറുത്ത് ചേർത്ത രുചി കൂടെയുള്ളൂ കേട്ടോ. ഉച്ചയൂണിനുള്ള വിഭവങ്ങളെല്ലാം തന്നെ അടുക്കള മുറ്റത്തുനിന്ന് കണ്ടെത്താമെന്ന് ഞങ്ങളൊന്ന് വിചാരിച്ചു. ആരും നട്ട് നനയ്ക്കാതെ താനേ ഒരു വഴുതനങ്ങ വളർന്നു പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദംകുട്ടൻ ഓടി ചെന്നത് പറിച്ചെടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളത് വട്ടം വട്ടം അരിഞ്ഞു നുറുക്കി അതിലുപ്പും മഞ്ഞളും മുളകൊക്കെ ചേർത്ത് വറുത്തെടുത്തു. അടുത്ത വേനൽ വരെ ഓർത്തിരിക്കാനുള്ള രുചിക്കൂട്ടും കൊണ്ടതാ പിന്നിലായിട്ട് ഒരു മൂവണ്ടമാവ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ അതിൻ്റെ കൊമ്പ് ചായച്ചു തന്ന് ചൊന തട്ടാതെ ഒരെണ്ണം പറിച്ചെടുക്കാൻ പറഞ്ഞു. നട്ട് കഴിഞ്ഞാൽ 3-ാം വയസ്സിൽ പൂക്കുന്നവൻ, അതാണ് ഈ മൂവണ്ടമാവ്. പറമ്പുകൾ മൊത്തം ഓടിക്കളിച്ച് നടന്ന് എല്ലാ തൊടികളിലും വളപ്പിലേക്ക് മാവിൽ കല്ലെറിഞ്ഞ് നടക്കലായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത്. ഇന്നിപ്പോൾ വല്ല കുട്ടികൾക്ക് അതിനുള്ള നേരം. ഊണൊരുക്കങ്ങൾ മൊത്തം അടുക്കള മുറ്റത്തുനിന്നായിരുന്നു കേട്ടോ. അപ്പതാ ഓടിപ്പോയൊരു വാഴയിലും കൂടെ വിട്ടാന്ന് വിചാരിച്ചു. ആദംകുട്ടൻ ഉച്ചയൂണ് കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു. പിന്നെ ഒരു പൊടിക്കൈ കൂടി വിളമ്പി കൊടുക്കുമ്പോൾ ഹൃദയവും കൂടെ ചേർത്തങ്ങോട്ട് വിളമ്പിയേക്കണം. അതിനല്പം രുചി കൂടുതലാണേ. എന്നാൽ ഇനി അടുത്ത വട്ടം കാണാം കേട്ടോ.